ഇന്ന് നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കോട്ട മെറ്റീരിയലിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. നല്ല ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കുമാണ്. 2150 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. വളരെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പാറ്റേൺസും കളേഴ്സും ഒക്കെ നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ ഇത് നമുക്ക് ഇതേപോലെ രണ്ട് ബോർഡറിലും ഇതേപോലെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ വന്നിട്ട് ബോഡിയിലും ഇതുപോലെ എംബ്രോയ്ഡറി ഡിസൈനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു സിൽക്കി കോട്ട മെറ്റീരിയലിൽ വന്നിരിക്കുന്ന സാരിയാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള സാരി, ഉടുക്കാനും നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഇതിൻ്റെ മുന്താണിയിലേക്കും ഇതേപോലെയുള്ള ആ ഒരു എംബ്രോയ്ഡറി വർക്ക്, ഫുൾ മുന്താണി ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും സാരിയുടെ ആ ഒരു ബോർഡറിൽ വരുന്ന അതേ എംബ്രോയ്ഡറി വർക്കാണ് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും വരുന്നത്. 2150 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. ഇതിൻ്റെ ഫുൾ ബോഡി നമുക്ക് ഇതേപോലെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. ഇതേപോലെ എന്നിട്ട് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ താഴെയാണ് വർക്ക് വരുന്നത്. സാധാരണ നമുക്ക് എംബ്രോയ്ഡറി വർക്കിൻ്റെ സാരീസ് വരുന്ന അതേ പാറ്റേണിൽ 2150 റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അടുത്ത ഇതിൻ്റെ കളേഴ്സ് നല്ല രസമാട്ടോ. അടുത്ത കളർ നോക്കിയേ, ഒരു ബ്രൗണിൻ്റെ ഒരു മോഫ് ടോണിൻ്റെ ഒക്കെ ഒരു ഡാർക്കർ, അല്പം ഒരു ബ്രൗണും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് സെയിം അല്ലേ? ചെറിയ വ്യത്യാസമുണ്ടല്ലേ? ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയാട്ടോ. ഒരേ എംബ്രോയ്ഡറി വർക്ക് ഉള്ളത് നോക്കാം. ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ സ്ലീവ് എൻഡിൽ നമുക്ക് സെയിം ബോർഡറിൻ്റെ ഈ എംബ്രോയ്ഡറി വർക്ക് തന്നെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതൊക്കെ. 2150. അടുത്തത് വരുന്നത് പിങ്ക്. നല്ലൊരു പിങ്ക്, ഒരു ഫ്ലഷ് ടോൺ പിങ്ക് എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു പിങ്ക്. അതിനകത്തൊക്കെ ഇതേപോലെയാണ് അതേണ്ടോ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. മുന്താണി അതേപോലെ തന്നെ. അടുത്ത് വരുന്ന അതിൻ്റെ ലാവൻഡർ ടോൺ. ഇനി ചെറുതായിട്ട് സ്റ്റാർച്ച് വേണം എന്നുള്ളവർക്ക് ചെറുതായിട്ട് സ്റ്റാർച്ച് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഒതുങ്ങി കിടക്കണം എന്നുള്ളവർക്ക് ഇതങ്ങനെ തന്നെ ഉടുത്താലും മതി. അടുത്ത ഷെയ്ഡ് ഇതിനകത്ത് വീഡിയോയിൽ ഇച്ചിരി ലൈറ്റായിട്ടാണോ കാണുന്നത്? അതിന് വീഡിയോയിൽ കാണുന്നതിനേക്കാളും അല്പം കൂടെ ഡാർക്കാട്ടോ ഇതിനകത്ത് ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ, പാറ്റേൺ ഒക്കെ സെയിം തന്നെ. അടുത്തത് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന പേസ്റ്റൽ ഗ്രീൻ. ഇതെല്ലാം സെയിം ഡിസൈൻസ് സെയിം ആട്ടോ. ഇതും അതിൻ്റെ തന്നെ അല്പം കൂടെ ഡീപ്പായിട്ടുള്ള ഒരു ലാവൻഡർ ടോൺ, ലാവൻഡറിൻ്റെ അല്പം കൂടെ ഒരു ഡീപ്പ് ടോൺ. അടുത്ത് വരുന്നത് പിങ്ക്, ഒരു ബേബി പിങ്ക് ടോണിൽ നമ്മൾ ആദ്യം കണ്ട ഡിസൈൻ ആട്ടോ ഇത്. ബേബി പിങ്ക് 2150 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. ബ്യൂട്ടിഫുൾ സാരീസാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമുക്ക് ഇത് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസ്. ഇത് കണ്ടോ, ഇതിൻ്റെ ബോഡിയിൽ ഇതേപോലെ ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്, ലാവൻഡർ. എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ ഇതേപോലെ ഒരു അരി വർക്ക് പാറ്റേണിലുള്ള എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. ബോഡിയിൽ ഇതേപോലെ ഹാൻഡ് വർക്കുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഇതേപോലെ ആ ഒരു അരി വർക്ക് പാറ്റേണിലുള്ള എംബ്രോയ്ഡറി, ചെറിയൊരു ബീഡ്സിൻ്റെ വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2150. ഇത് ബോഡിയിലേക്ക് വരുമ്പോൾ ഇതേപോലെയാട്ടോ. ബോഡിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് പിന്നെ പ്ലീറ്റ്സ് എടുക്കുന്നിടത്ത് നമുക്കിങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ലോവർ പോർഷനിൽ മാത്രമായിരിക്കും വർക്ക് വരുന്നത്. 2150 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്.
ഹാൻഡ് വർക്കാണ് ബോഡിയിൽ വന്നിരിക്കുന്നത്, സിമ്പിളായിട്ടുള്ള വർക്ക്. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഒരു ടോൺ. ഇതേ അതേപോലെ തന്നെ സെയിം ആ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഒരു പർപ്പിൾ ടോണിലേക്ക്. ഇതേപോലെ ഒരു നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആട്ടോ ഇതൊക്കെ. സെയിം ഹാൻഡ് വർക്ക് തന്നെ, ചെറിയൊരു ബോർഡർ വർക്കും കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു സാരി. അടുത്തത് വരുന്നത് ഗ്രീൻ, ഒരു ലീഫ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. കളർ കാണിച്ചാലും മതി, ഫുൾ വിടർത്താൻ. ലീഫ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. ലീഫ് ഗ്രീൻ ഒരു ഒലിവ് ഗ്രീൻ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു അക്വാ ബ്ലൂ ഷെയ്ഡ്. പാറ്റേൺ സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് ഫുൾ ഓപ്പൺ ചെയ്യാത്ത. അടുത്തത് വരുന്ന ഒരു പർപ്പിൾ ടോൺ. പർപ്പിൾ ടോണിലും ഇതേപോലെ ഹാൻഡ് വർക്ക്. 2150. അടുത്തത് വരുന്ന പിങ്ക്. ഇത്രയും വേണം നമ്മുടെ ഇന്നത്തെ കോട്ട സാരീസിൻ്റെ കളക്ഷന്. അപ്പോൾ ഒന്ന് വന്നിരിക്കുന്ന മെഷീൻ എംബ്രോയിഡറി, ഇതിനകത്ത് ബോഡിയിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്കും ബോർഡറിൽ വന്നിരിക്കുന്നത് മെഷീൻ എംബ്രോയിഡറിയാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്